നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സൂര്യ അവളെ പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സംശയങ്ങളൊക്കെ ശരി തന്നെയാണെന്നാണ്. സൂര്യയും രാധികയും തമ്മിൽ വഴിവിട്ട എന്തോ ഒരു ബന്ധമുണ്ട്. ചെറിയ മൂന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? മരുന്നിടിച്ചും പിഴിഞ്ഞും ഇവളെന്നെ നോക്കുന്നത് പോലെ ഒരു തവണയെങ്കിലും നിനക്കെന്നെ നോക്കാൻ പറ്റോ? ഞാൻ തളർന്നു പോകുന്ന ഓരോ അവസരത്തിലും പ്രതീക്ഷ തന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ നിനക്ക്? പറ്റോ? രാധിക ഈ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ ഈ വീൽ ചെയർ എന്റെ ചിതയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. മരിച്ച് പൊതിഞ്ഞു വച്ചിരുന്ന ചിത. എന്നെങ്കിലും അതിൽ കുറച്ച് തീ വീഴും, അതോടെ കത്തിത്തീരും. ഏട്ടാ, അത്ര എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അത്രയൊക്കെ സാധിച്ചുള്ളൂ നിന്നെ കൊണ്ട്. അച്ഛാ, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്, എനിക്കൊന്ന് ജീവിക്കണമെന്നുണ്ട്. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല അച്ഛാ. ഈ ചികിത്സ കൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്റെ പെങ്ങളെവിടെ നിർത്താൻ പറ്റുമോ? അതൊന്നും ശരിയാവില്ല. ചേച്ചിക്ക് പോണം. പ്രിയങ്ക, തീരുമാനം അച്ഛനും അമ്മയും എടുത്തോളൂ. നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. മുത്തശ്ശി, ഇതുവരെ ഇരുട്ടായിരുന്നു മുത്തശ്ശി കണ്ണില്. ഇപ്പോഴാ ഞാൻ കുറച്ച് വെളിച്ചം കണ്ടു തുടങ്ങിയത്. അതില്ലാതാക്കല്ലേ? പരമേശ്വര, എന്താ നീ തീരുമാനിക്കുന്നേ? എന്റെ മോൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണണം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ? ഏട്ടന്റെ ചികിത്സ കഴിയുന്നത് വരെ മോളിവിടെ ഉണ്ടാകും. അതാണ് അച്ഛന്റെ ആഗ്രഹം. അതാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. അച്ഛാ, അത് ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും കൽപ്പനയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. രാധിക ഇവിടെ ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കൽപ്പന, നീ എന്താ പുറത്തോട്ടൊന്നും വരാത്തെ? ഒന്നുമില്ല ചെറിയമ്മ. മനസ്സ് സമ്മതിക്കുന്നില്ല അല്ലേ? കയ്യും കാലും മനസ്സും ഒക്കെ തളർന്നിരിക്കുന്നവൻ ചത്തുപോയതിന് തുല്യ. പക്ഷേ ചികിത്സ നടക്കുകയും തിരിച്ചു വരവ് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളൊന്നും നിന്നെക്കുറിച്ചല്ല കൽപ്പനെ. ഇത്രയും നാള് നീ സൂര്യ അവഗണിച്ചു. പക്ഷേ അവസരം കിട്ടിയപ്പോ അവൻ നിന്നെ അവഗണിക്കാൻ തുടങ്ങി. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ചികിത്സയുടെ പേരും പറഞ്ഞ് സൂര്യ അവളെ പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സംശയങ്ങളൊക്കെ ശരി തന്നെയാണെന്നാണ്.
സൂര്യയും രാധികയും തമ്മിൽ വഴിവിട്ട എന്തോ ഒരു ബന്ധമുണ്ട്. ചെറിയ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. ഭ്രാന്തെടുത്ത് നീ ചത്തുപോകരുതല്ലോ. രാധിക സൂര്യയോട് ഇടപഴകിയാലേ ഇവിടെ ആർക്കും ഒരു വിരോധം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ സൂര്യ കരഞ്ഞു വിളിച്ചപ്പോ പടി ഇറങ്ങാൻ പോയ രാധികയെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയത്. രാധിക സൂര്യയെ സ്നേഹിക്കാൻ തുടങ്ങുകയോ സൂര്യ രാധികയെ സ്നേഹിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ അതെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടേ കണിമംഗലത്തുകാര് കാണൂ. ആ വകയിലൊരു കുട്ടിയെ കൂടി അവള് സമ്പാദിച്ചാലുണ്ടല്ലോ, ആ സന്തതി വഴി കണിമംഗലത്തിന്റെ മുഴുവൻ അധികാരിയായിട്ട് ആ പെണ്ണ് മാറും. ഉഫ്, ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ. എനിക്ക് നിന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. ഇത്രയും കാലം മറ്റൊരു ചിന്തയും ഇല്ലാതെ നീ നിന്റെ ജീവിതം ത്യാഗം ചെയ്തതല്ലേ, എന്നിട്ടും നിനക്ക് ഈ ഗതി വരുന്നുണ്ടല്ലോ. ഇല്ല ചെറിയമേ, സൂര്യയുടെ അവളുടെ മനസ്സില് അങ്ങനെ ഒരു ചിന്ത പൊട്ടി മുളയ്ക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. എന്നെ മറികടന്ന് അങ്ങനെ ഒരു ചിന്ത വരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയില് ഒരിക്കൽ കൂടി അവരെ ഞാൻ കണ്ട ചെറിയമ്മ ഉറപ്പിച്ചോ, ഒന്നുകിൽ സൂര്യ അല്ലെങ്കിൽ രാധിക, ഇത് രണ്ടിൽ ഒന്നിനെ ഞാൻ തീർക്കും. ഇത് സത്യ. അമ്മേ, 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 മോളെ, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുവാ. വാ. അമ്മേ, വാ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.